കോഴിക്കോടിന് ചുരമിറങ്ങാം. ചരിത്രത്തിൽ ആദ്യമായി അണ്ടർ-20 സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ പ്രവേശിച്ച വയനാട് എതിരില്ലാത്ത 5 ഗോളുകൾക്ക് കോഴിക്കോടിനെ തകർത്താണ് ആതിഥേയർ ഫൈനൽ പ്രവേശനം ആഘോഷമാക്കിയത്. വയനാടിനെന്നും ഫുട്ബോൾ ആവേശമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലെ കൽപ്പറ്റ മരവയൽ സ്റ്റേഡിയത്തിൽ നടന്ന അണ്ടർ-20 സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ സെമി ഫൈനൽ. ആതിഥേയരായ വയനാട് കോഴിക്കോടുമായി ഏറ്റുമുട്ടിയപ്പോൾ ഗാലറി നിറയെ ഫുട്ബോൾ പ്രേമികളായിരുന്നു. കളിയുടെ തുടക്കം മുതൽ ആക്രമിച്ച് കളിച്ച വയനാട് 14-ാം മിനിറ്റിൽ ആദ്യ ഗോൾ കണ്ടെത്തി. വലത് വിങ്ങിലൂടെ നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ മുഹമ്മദ് അദ്നാനാണ് വല ചലിപ്പിച്ചത്. 3 മിനിറ്റുകൾ കൂടി പിന്നിട്ടപ്പോൾ വയനാട് ലീഡ് ഇരട്ടിപ്പിച്ചു. പിന്നീട് 35-ാം മിനിറ്റിലായിരുന്നു വയനാടിന്റെ പ്രഹരം. ാം മിനിറ്റിൽ ഗോകുൽരാജ് തന്റെ 2ാം ഗോൾ കണ്ടെത്തി വയനാടിന്റെ ലീഡ് 5 ഉയർത്തി. കളി അവസാനിക്കുമ്പോൾ കോഴിക്കോടിന് ഒരവസരവും നൽകാതെ വയനാട് ആധികാരികമായി ഫൈനലിൽ പ്രവേശിച്ചു. ഓരോരുത്തരും കളിച്ചത് തങ്ങളിൽ നിന്നും വിട്ടുപോയ മുണ്ടക്കയിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണെന്നും തങ്ങൾ കപ്പടിക്കുമെന്നും ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അൽത്താഫ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ മിനിറ്റ് കളിച്ചത് ഞങ്ങളെ കൂടെ നിൽക്കേണ്ട ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ മുണ്ടക്കായ ദുരന്തത്തിൽ ഞങ്ങളെ സുഹൃത്തുക്കൾ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഓരോ മിനിറ്റും കളിച്ചത്. അത് ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇതേ പെർഫോമൻസ് ഞങ്ങൾ ഫൈനലിലും ചെയ്യും. ഞങ്ങൾ ചാമ്പ്യൻസ് ആവും. ഇന്ന് നടക്കുന്ന 2ാമത്തെ കാസർഗോഡ് മലപ്പുറം സെമി ഫൈനലിലെ വിജയികളെ 19 നടക്കുന്ന ഫൈനലിൽ വയനാട് നേരിടും. ചരിത്രത്തിൽ ആദ്യമായാണ് 14 ജില്ലാ ടീമുകൾ പങ്കെടുക്കുന്ന അണ്ടർ-20 ഇന്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് വയനാട്ടിൽ നടക്കുന്നത്. ജിൻസ് തോട്ടുങ്കര, വയനാട് വിഷൻ, കൽപ്പറ്റ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.